മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി ആവിയിൽ വേവിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടി പോകുന്നത്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ കുറച്ച് നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഇനി മധുരത്തിനായിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഹൈ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. മണമില്ലാത്ത ഏത് ഓയിലോ ബട്ടറോ ചേർത്തതിന് ശേഷം ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർക്കുന്നത്. വറക്കാത്ത നേർത്ത റവയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് തടിച്ച റവയാണെങ്കിൽ അത് മിക്സറിൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലും തണുത്ത പാലല്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടണം. ഈ ഒരു പരുവത്തിനാണ് കൂട്ട് വേണ്ടത്. ഞാൻ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചിരുന്നു. അങ്ങനെ 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതുപോലത്തെ ചെറിയ കറിപ്പാത്രത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പാത്രത്തിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിലേക്ക് നല്ലപോലെ തന്നെ ഒന്ന് എണ്ണ തടവിയെടുത്തതിന് ശേഷം 1/4 ഭാഗത്തോളമായിട്ട് നമുക്ക് കൂട്ട് ഒഴിച്ചു കൊടുക്കാം. കൂട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ല പോലെ തന്നെ 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രങ്ങൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഡ്ഡലി തട്ട് വെച്ച് അതിലേക്ക് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അടച്ചു വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്, അതായത് മീഡിയത്തിൻ്റെയും ഹൈൻ്റെയും നടുക്കായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കരുത്. 20 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ആവി കയറ്റി എടുക്കാം. ഇപ്പോൾ അത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഒട്ടും പറ്റിപ്പിടിക്കാതെ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ അരികുകൾ ഒന്ന് അടർത്തിയെടുത്തതിന് ശേഷം കയ്യിലേക്ക് ടാപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കും ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡായി കിട്ടിക്കോളും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. റവയും ശർക്കരയും ചേർത്ത് ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന കേക്കാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഈ ഒരു സെയിം കേക്ക് ബാറ്റർ നിങ്ങൾക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തും എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ആവി കയറ്റി എടുത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് കുറവാണ്. ഒരു ദിവസം മാത്രമേ നമുക്കിത് പുറമേ വയ്ക്കാൻ പറ്റുള്ളൂ. അതിൽ ഈർപ്പത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ പുറമേ വെച്ചാൽ പെട്ടെന്ന് കേടാകും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.